ഏതൊരാളുടെ മനസ്സിലാണെങ്കിലും അതൊരു ആൺകുട്ടിയാണെങ്കിലും ഒരു പെൺകുട്ടിയാണെങ്കിലും ഒറ്റക്കാലിൽ നിൽക്കണം എന്നുള്ള ഒരാഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. അതായത് അവനവന് പണമുണ്ടെങ്കിൽ, അവനവനൊരു പദവിയൊക്കെ ഉണ്ടെങ്കിൽ, നമ്മൾ സാധാരണ ഇപ്പോൾ കുട്ടികളായിട്ടുള്ള എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്നത് വാപ്പാനെ ഉമ്മാനെയൊക്കെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങൾക്കും അവരിൽ നിന്നാണ് പൈസ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ നേരിട്ട് ഇന്ന് വൈകുന്നേരം പോയിട്ട് നാളെ എനിക്ക് കാശ്മീർക്കൊന്ന് പോകണം, 25,000 രൂപ തരുമോ എന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യൂല? തരൂല എന്നുള്ളത് ഉറപ്പാണ്. അതിൻ്റെ കൂടെ വേറെ കുറേ ചോദ്യങ്ങളുണ്ടാവും, അല്ലേ? ആരപ്പാ പോണത്, ആരപ്പാ ഈ പ്ലാൻ ഉണ്ടാക്കിയത്, എവിടുന്നാപ്പോൾ ഈ പ്ലാൻ വന്നത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ടേ അവരെന്ത് ചെയ്യുള്ളൂ. ലാസ്റ്റ് ഉത്തരം എന്തായാലും 100% പോകണ്ടെന്ന് തന്നെ ആയിരിക്കും. എന്നാലും എന്ത് ചെയ്യേണ്ടി വരും? വേറെ കുറേ ആട്ട് കേൾക്കേണ്ടി വരും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നമ്മളൊക്കെ എങ്ങനെ പോയി കഴിഞ്ഞാലും ഏത് ഫീൽഡിലൂടെയൊക്കെ സഞ്ചരിച്ചു കഴിഞ്ഞാലും നമുക്ക് ഏറ്റവും അവസാനം ഒറ്റക്കാലിൽ നിന്ന് നമ്മുടേതായിട്ടുള്ള ക്യാഷ്, നമ്മുടേതായിട്ടുള്ള ഒരു സർക്കിള്, നമ്മുടേതായിട്ടുള്ള ഒരു പദവി, ഇതൊന്നും സമൂഹത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ ആൾറെഡി പോകുന്നതിനെ വട്ടപൂജ്യത്തിൽ നിന്നാണ്. ആ വട്ടപൂജ്യത്തിലേക്ക് തന്നെ തിരിച്ച് നമ്മൾ എന്ത് ചെയ്യും? വരും എന്നുള്ളതാണ്. പക്ഷേ അത് നമ്മൾ തിരിച്ചറിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടേണ്ടുന്ന, അതായത് നമുക്കിപ്പോൾ ഉള്ള എല്ലാ സപ്പോർട്ടും എന്ത് ചെയ്തിട്ടുണ്ടാവും? ആ സമയത്തേക്ക് ഇല്ലാതായിട്ടുണ്ടാവും. അതായത് നമ്മളൊരു 25 വയസ്സ് വരെ, ഇന്നത്തെ ജനറേഷനിലാണെങ്കിൽ ഒരു 25 വയസ്സ് വരെ വാപ്പയും ഉമ്മയൊക്കെ സഹായിച്ചിട്ട് എല്ലാം ചെയ്ത് തന്നിട്ട് 25 വയസ്സ് വരെ വലിയ അല്ലലുകളില്ലാതെ ഒരു സാധാരണ ഒരു കുട്ടി കടന്നു പോകും. പക്ഷെ ആ 25-ന് ശേഷം ഈ 25 വരെ ഉള്ളതിൻ്റെ കണക്കുകൾ നമ്മൾ തിരിച്ച് കാണിക്കേണ്ടി വരും. അതായത് 25 വർഷം ഇവരൊക്കെ നോക്കി ചെയ്ത് തന്നതിന് എന്ത് ഫലമുണ്ടായി. നമ്മൾ ഇന്നത്തെ ജനറേഷൻ പറയുന്നതാണെങ്കിൽ വാഴ വെച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്ന കമന്റ് ഉണ്ടല്ലോ, അതിലേക്കൊക്കെ പോകുന്നത് എന്തുകൊണ്ടാ? ഇത്രയും വർഷം എല്ലാം ചെയ്ത് തന്ന് എല്ലാം സെറ്റാക്കിയിട്ടാ. അപ്പം ഞാൻ എന്തുകൊണ്ട് സർക്കാർ സർവീസിലേക്ക് ആദ്യമേ ചൂസ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, 10 വയസ്സാവുമ്പോൾ എൻ്റെ വാപ്പ മരിക്കുന്നു, 17 വയസ്സാവുമ്പോൾ എൻ്റെ ഉമ്മയും മരിക്കുന്നു, 18 വയസ്സ് തികയുന്നതിന് മുമ്പ് ജീവിതത്തിൽ എടുത്തെറിയപ്പെട്ടു. അതുതന്നെയാണ് എൻ്റെ ആദ്യത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഒറ്റക്കാലിൽ നിൽക്കേണ്ടി വരും, സമൂഹത്തിൽ തെണ്ടിത്തിരിഞ്ഞ് നടക്കേണ്ടി വരും എന്നുള്ളത് വളരെ നേരത്തെ കാലത്ത് ബോധ്യപ്പെട്ടു. ആരുമില്ല. ഞാൻ പറയുന്നത്, നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, സഹോദരനുണ്ട്, സഹോദരിയുണ്ട്, ഇവരെല്ലാവരും ഉണ്ട്. അതിലേറ്റവും കൂടുതൽ നിങ്ങളെ പിന്നാലെ നടന്ന് ഉപദേശിക്കുക അമ്മയായിരിക്കും. ഏറ്റവും കൂടുതൽ ഉപദേശങ്ങൾ കിട്ടുന്ന ആരുടെ നിന്നായിരിക്കും? ഉമ്മമാരുടെ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ ഉപദേശങ്ങൾ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ നോർമലി വിചാരിക്കും വാപ്പയെ ഉപദേശിക്കാറൊക്കെ ഉണ്ട്. വാപ്പാനെ ഞാൻ പറയാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വാപ്പ ജീവിതം കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടത്തിലാണ്. ആ ഒരു ഓട്ടത്തിനിടയ്ക്ക് ഉപദേശം കൂടെ ആരെ ഏൽപ്പിച്ചിട്ടുണ്ടാവും? ഉമ്മാനെ ഏൽപ്പിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഓടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഉമ്മമാർ പാരമ്പര്യമായിട്ട് ഏറ്റവും കൂടുതൽ പറയുന്നൊരു കമൻ്റാണ്, കണ്ണുള്ളപ്പം നിനക്ക് കണ്ണിൻ്റെ വില മനസ്സിലാവില്ല എന്നുള്ളൊരു സാധനം ഇങ്ങനെ പറഞ്ഞു. പക്ഷേ ഒരു മക്കളും അത് എന്ത് ചെയ്യാറില്ല? റിയാലിറ്റിയിലേക്ക് ഒരിക്കലും ആലോചിക്കാറില്ല എന്നുള്ളതാണ്. പക്ഷേ ഞാൻ 18 തികയുന്നതിന് മുന്നേ തന്നെ ആ കമൻ്റ് റിയാലിറ്റിയിൽ കിട്ടി, അനുഭവിക്കേണ്ടി വന്നു. ഉള്ളപ്പോൾ ഇതേ ഉമ്മ പറഞ്ഞിരുന്ന കമൻ്റാണ്, കണ്ണുള്ളപ്പോൾ നിനക്ക് കണ്ണിൻ്റെ വില മനസ്സിലാവില്ല. നമ്മുടെ ആ ഒരു സ്ഥാനത്ത് ഒരു ബ്ലാങ്ക് വരുമ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? എങ്ങനെ ആ സ്ഥാനത്തെ അല്ലെങ്കിൽ ആ പ്രതിസന്ധിയെ മറികടക്കണം എന്നുള്ളത് ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്.